നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ കുറിച്ചാണ്. ഭാര്യയെ ചുംബിച്ചാൽ നോമ്പ് മുറിയുമോ? ചുംബിച്ചാൽ നോമ്പ് മുറിയാത്ത രീതി, അതുപോലെ തന്നെ കഫം വിഴുങ്ങിയാൽ നോമ്പ് മുറിയുമോ? ഇതുമായി ബന്ധപ്പെട്ട് നോമ്പ് മുറിയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായി പരിശോധിച്ച് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നോമ്പിന്റെ ഫർളുകൾ: 1 നിയ്യത്ത്, 2 നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കൽ. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ജിമാഅൻ, സംയോഗം ചെയ്യൽ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംയോഗം ചെയ്താൽ അത് നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. അങ്ങനെ ചെയ്താൽ നോമ്പ് മുറിയും. ശ്രദ്ധിക്കണം, കഫാറത്ത് കൂടെ നമ്മൾ കൊടുക്കേണ്ടി വരും. നോമ്പുകാരനായിരിക്കെ പകൽ സമയത്ത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംയോഗത്തിൽ ഏർപ്പെട്ടാൽ നോമ്പ് മുറിയും. അവിടെ കഫാറത്തും നൽകേണ്ടതുണ്ട്. രാത്രി കാലങ്ങളിൽ കുഴപ്പമില്ല, പക്ഷേ പകൽ നോമ്പുകാരനായിരിക്കെ ചെയ്യാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇസ്തിംന ആണ്. ഇസ്തിംന എന്ന് പറഞ്ഞാൽ സ്ഖലനം സംഭവിക്കൽ. സ്വപ്ന സ്ഖലനം സംഭവിച്ചാൽ നോമ്പ് മുറിയുകയില്ല. നമ്മൾ ശ്രദ്ധിക്കണം, സ്വപ്നത്തിൽ നമ്മൾ അറിയാതെ സ്ഖലനം സംഭവിച്ചാൽ, ഇന്ദ്രിയം പുറപ്പെട്ടാൽ നോമ്പ് മുറിയുകയില്ല എന്നതാണ്. ഇനി രണ്ടാമതായിട്ട് മദി പുറപ്പെട്ടാലും നോമ്പ് മുറിയുകയില്ല. മദി എന്ന് പറഞ്ഞാൽ വികാരത്തിന്റെ പ്രഥമ ഘട്ടത്തിൽ പുറപ്പെടുന്ന ഒരു പ്രത്യേകതരം ദ്രാവകമാണ് മദി എന്ന് പറയുന്നത്. അത് പുറപ്പെട്ടാൽ നോമ്പ് മുറിയുകയില്ല. പക്ഷെ സ്ഖലനം സംഭവിച്ചാൽ, ഇന്ദ്രിയം പുറപ്പെട്ടാൽ നോമ്പ് മുറിയും. ഇന്ദ്രിയം പുറപ്പെടുക എന്ന് പറഞ്ഞാൽ തട്ടി തട്ടി പുറപ്പെടും. അത് പുറപ്പെടുമ്പോൾ പ്രത്യേകമായിട്ടുള്ള അനുഭൂതി, ഒരു സുഖം നമുക്കുണ്ടാകും. അതുപോലെ തന്നെ അത് ഇന്ദ്രിയം ഉണങ്ങിയതാണെങ്കിൽ അത് മുട്ടയുടെ വെള്ളയുടെ സ്മെല്ലായിരിക്കും. അതുപോലെ തന്നെ പച്ചയാണെങ്കിൽ ഗോതമ്പ് വാവിന്റെ സ്മെല്ലായിരിക്കും. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. പക്ഷെ ഇന്ദ്രിയം പുറപ്പെട്ടാൽ നോമ്പ് മുറിയും. പക്ഷേ മദി പുറപ്പെട്ടാൽ നോമ്പ് മുറിയുകയില്ല. വികാരത്തിന്റെ പ്രഥമ ഘട്ടത്തിൽ പുറപ്പെടുന്ന ഒരു പ്രത്യേകതരം ദ്രാവകമാണ് മദി. ആ മദി പുറപ്പെട്ടാൽ നമുക്ക് കുളി നിർബന്ധമാകുന്നില്ലല്ലോ. അവിടെ കഴുകി കളഞ്ഞാൽ നമുക്ക് എന്താകാൻ പറ്റും? വുളു എടുത്ത് നിസ്കരിക്കാൻ പറ്റും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോ മദി പുറപ്പെട്ടാൽ നോമ്പ് മുറിയുകയില്ല. ഇനിയുള്ള അടുത്ത കാര്യം എന്ന് പറയുന്നത് സ്വയം ഭോഗം ചെയ്യുക. സ്വയമായിട്ട് സ്വയംഭോഗം ചെയ്യൽ എന്താണ്? അത് ഹറാമാണ്. അത് ചെയ്യാൻ പാടില്ല. ഇനി ഭാര്യയുടെ കൈകൾ കൊണ്ട് ഇന്ദ്രിയം പുറപ്പെടുവിപ്പിച്ചാൽ അത് ഹലാലാണ്. പക്ഷെ ഈ 2 രീതിയിലും നോമ്പ് മുറിയും. നോമ്പുകാരൻ ഇങ്ങനെ സ്വയംഭോഗം ചെയ്താൽ ഹറാമാണ്, എന്നാലും നോമ്പ് മുറിയും. പക്ഷെ ഭാര്യയുടെ കൈകൾ കൊണ്ട് ഇന്ദ്രിയം പുറപ്പെടുവിപ്പിച്ചു, അത് ഹലാലാണ്, ചെയ്യാം, പക്ഷേ അത് നോമ്പ് മുറിയും. ഈ 2 കാര്യങ്ങൾ നോമ്പുകാരൻ ചെയ്താലും നോമ്പ് മുറിയും. പക്ഷെ ഹലാലും ഹറാമും വ്യത്യാസമുണ്ടെന്ന് മാത്രം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്വയംഭോഗം ചെയ്യൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽപ്പെട്ടത്. അങ്ങനെ ചെയ്താൽ എന്താവും? നോമ്പ് മുറിയുന്നതാണ്. അങ്ങനെ ചെയ്ത് ഇൻസാല്, സ്ഖലനം ഉണ്ടായാൽ, ഇന്ദ്രിയം പുറപ്പെട്ടാൽ എന്താവും? അവിടെ നോമ്പ് മുറിയുന്നതാണ്. അതുപോലെ തന്നെ ഇനി ഭാര്യയെ ചുംബിക്കുക. ഒരു മറ കൊണ്ട് ചുംബിച്ചാൽ, ഭാര്യയെ ചുംബിക്കുമ്പോൾ ഒരു മറയുണ്ടായി, ഒരു മറയിലാണ് ചുംബിച്ചത്, അങ്ങനെ എന്തായി? സ്ഖലനം ഉണ്ടായി, ഇൻസാൽ ഉണ്ടായി, ഇന്ദ്രിയം പുറപ്പെട്ടു. അപ്പൊ എന്താവൂല? നോമ്പ് മുറിയുകയില്ല. ഒരു മറയുണ്ടല്ലോ അവിടെ, ഒരു മറയുണ്ട്, മുഴുവനായിട്ട് എന്തുണ്ട്? ഒരു മറയുണ്ട്. അങ്ങനെ ആ മറയിലാണ് ചുംബിച്ചത് ഭാര്യയെ. അങ്ങനെ എന്തായി? ഇൻസാൽ ഉണ്ടായി, സ്ഖലനം സംഭവിച്ചാൽ അവിടെ നോമ്പ് മുറിയുകയില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മറയില്ലാതെ ചുംബിച്ചാൽ, മറയില്ല, നേരെ ഡയറക്റ്റ് ആയിട്ട് ചുംബിച്ചു, അവിടെ ഇൻസാൽ ഉണ്ടായി, സ്ഖലനം സംഭവിച്ചാൽ, അവിടെ ഇന്ദ്രിയം പുറപ്പെട്ടാൽ എന്താവും? നോമ്പ് മുറിയും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചിന്തയിൽ നിന്ന് എന്തായി? ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്തായി? സ്ഖലനം സംഭവിച്ചു, ഇന്ദ്രിയം പുറപ്പെട്ടു. ചിന്തയിൽ നിന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് എന്തായി? സ്ഖലനം സംഭവിച്ചു, ഇന്ദ്രിയം പുറപ്പെട്ടാൽ എന്താവും? അവിടെ നോമ്പ് മുറിയുകയില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് ചിന്തയിൽ നിന്ന് പുറപ്പെട്ടാൽ എന്താവില്ല? നോമ്പ് മുറിയുകയില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി എന്തായി? സ്പർശനം കൊണ്ട് സ്ഖലനം ഉണ്ടായി. അതായത് മുൻകൈയിന്റെ വെള്ള കൊണ്ട് നമ്മൾ ഗുഹ്യസ്ഥാനം തൊട്ടാൽ എന്താവും? ഉളു മുറിയുമല്ലോ. ശ്രദ്ധിക്കണം, ഉളു മുറിയുമല്ലോ മുൻകൈയിന്റെ വെള്ള കൊണ്ട് ഗുഹ്യ അവയവങ്ങൾ, ഗുഹ്യസ്ഥാനം തൊട്ടാൽ. അതുപോലെ തന്നെ ഇങ്ങനെ തൊട്ടിട്ട് എന്തായി? സ്പർശനം കൊണ്ട് ഇൻസാൽ ഉണ്ടായി, സ്ഖലനം സംഭവിച്ചു. അപ്പൊ എന്താവും? നോമ്പ് മുറിയും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ. അതുപോലെ തന്നെ ഇനി അടുത്തതായിട്ട് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾപ്പെട്ടതാണ് ഉണ്ടാക്കി ഛർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ. ഉണ്ടാക്കി ഛർദ്ദിക്കൽ കൊണ്ട് നോമ്പ് മുറിയും. ഇനി ഓട്ടോമാറ്റിക് ആയിട്ട് ഛർദ്ദിച്ചു, എന്തായി? നമ്മൾ അസുഖം കാരണം മറ്റു പനിയും മറ്റു പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായി ഓട്ടോമാറ്റിക് ആയിട്ട് എന്തായി? ഛർദ്ദിച്ചു. അപ്പോ നോമ്പ് മുറിയുകയില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് അസുഖം കാരണം ഛർദ്ദിച്ചാൽ നോമ്പ് മുറിയുകയില്ല. ഇനി വിരലൊക്കെ വായിലിട്ടുകൊണ്ട് ഉണ്ടാക്കി ഛർദ്ദിപ്പിച്ചാൽ എന്താവും? അവിടെ നോമ്പ് മുറിയും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോ ഛർദിയിൽ ഇത് രണ്ടും വ്യത്യാസമുണ്ട്. ഉണ്ടാക്കി ഛർദ്ദിച്ചാൽ നോമ്പ് മുറിയും, അറിയാതെ ഓട്ടോമാറ്റിക് ആയിട്ട് എന്തായി? സ്വാഭാവികമായിട്ട് അസുഖം കാരണം ഛർദ്ദിച്ചാൽ നോമ്പ് മുറിയുകയില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്തത്
തുറക്കപ്പെട്ട ദ്വാരങ്ങളിൽ കൂടി ഉള്ളിലേക്ക് വല്ലതും പ്രവേശിപ്പിക്കുക, അങ്ങനെ എന്താവും? നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ പെട്ടതാണത്. അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, ഇതൊക്കെ ചെയ്താൽ എന്താവും? നോമ്പ് മുറിയും. ഇനി അറിയാതെ ഭക്ഷണം കഴിച്ചാൽ, മറന്നുകൊണ്ട് എന്തായി ഭക്ഷണം കഴിച്ചു വെള്ളം കുടിച്ചു, അപ്പോൾ നോമ്പ് മുറിയുകയില്ല. ഇത് നമ്മളെ ശാഫിഈ മദ്ഹബ് പ്രകാരമുള്ള മസലയാണ് പറയുന്നത്. മറ്റു മദ്ഹബിൽ ഈ കാര്യങ്ങളിൽ ചില വ്യത്യാസങ്ങളുണ്ട്. മറ്റു മദ്ഹബുകളിലൊക്കെ നമ്മൾ ബഹുഭൂരിപക്ഷം ആളുകളും ശാഫിഈ മദ്ഹബുകാരാണല്ലോ, അതുകൊണ്ടാണ് ഈ മസല പറയുന്നത്. മറ്റു മദ്ഹബുകളിൽ ചില വ്യത്യാസങ്ങൾ, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ മുന്നേ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ട്. ഷാഫി മദ്ഹബുകാരായ ആളുകൾക്കാണ് ഇത് പറയുന്നത്. അപ്പോ ഭക്ഷണം കഴിച്ചാൽ എന്താവും? ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, ഇത് മനഃപൂർവ്വം ചെയ്താൽ എന്താവും? നോമ്പ് മുറിയും. ഇനി നമ്മൾ മറന്നുകൊണ്ട് ചെയ്തു, മറന്നുകൊണ്ട് എന്തായി? ഭക്ഷണം കഴിച്ചു, അപ്പൊ എന്താവൂല? നോമ്പ് മുറിയുകയില്ല. വെള്ളം കുടിച്ചാൽ എന്താവൂല? നോമ്പ് മുറിയുകയില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി കഫം വിഴുങ്ങിയാൽ നോമ്പ് മുറിയുമോ ഇല്ലയോ എന്നത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട സംശയമായിരിക്കും. കഫത്തിന്റെ വിഷയം എല്ലാവർക്കും, കഫം എന്തായി അമിതമായിട്ട് കഫം വരികയാണ്, അത് തുപ്പിക്കളയൽ പ്രയാസമാണ്, അപ്പൊ വിഴുങ്ങാൻ പറ്റുമോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അവിടെ കഫം ഹ എന്ന് ഉച്ചരിക്കുന്ന ആ മഖ്റജിൽ, നമ്മൾ ഹ എന്ന് ഉച്ചരിക്കുന്ന ആ സ്ഥാനമുണ്ടല്ലോ, ആ ഉച്ചാരണ സ്ഥാനം, അവിടെ കഫം എത്തി, എന്നിട്ട് നമുക്ക് തുപ്പിക്കളയൽ സൗകര്യമായി. ശ്രദ്ധിക്കുക, ഹ എന്ന് ഉച്ചരിക്കുമ്പോൾ ആ ഉച്ചാരണ സ്ഥാനം അവിടെ കഫം എത്തി, നമുക്ക് തുപ്പിക്കളയൽ സൗകര്യമുണ്ടായി, എന്നിട്ടും നമ്മൾ വിഴുങ്ങിയാൽ, തുപ്പിക്കളയാൻ കഴിഞ്ഞിട്ട് നമ്മൾ ആ കഫം വിഴുങ്ങിയാൽ എന്താവും? അവിടെ നോമ്പ് മുറിയുന്നതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഹ എന്ന് ഉച്ചരിക്കും, പുള്ളിയില്ലാത്ത ഹ, അത് ഉച്ചരിക്കുന്ന ആ സ്ഥാനത്തെത്തിയിട്ട് തുപ്പിക്കളയൽ സൗകര്യമായിട്ടും കഫം വിഴുങ്ങിയാൽ നോമ്പ് മുറിയുന്നതാണ്. എല്ലാം ഇനി ഹിന്റെ അപ്പുറത്താണ്, അവിടെ എത്തിയിട്ടില്ല, അങ്ങനെ ആകുമ്പോൾ എന്താവും? നമുക്ക് ഇറക്കാം, അവിടെ എന്താവും? നോമ്പ് മുറിയില്ല. അത് തൊണ്ടയിൽ എത്തിയിട്ടില്ലല്ലോ, ഹിന്റെ അപ്പുറത്താണ്. അതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യുക? ആ കഫം നമുക്ക് വിഴുങ്ങാം, അതുകൊണ്ട് അതില്ല, പ്രശ്നമില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഉമിനീര് കലർപ്പില്ലാത്ത ഉമിനീര് നമ്മൾ ഇറക്കുന്നത് കൊണ്ട് നോമ്പ് മുറിയുകയില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം, കലർപ്പില്ലാത്ത ഉമിനീര് ഇറക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യില്ല? നോമ്പ് മുറിയുകയില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതുപോലെ തന്നെ നമ്മളെ ചെവി തുറക്കപ്പെട്ട ദ്വാരങ്ങളിൽപ്പെട്ടതാണല്ലോ. ചെവിയിലേക്ക് വല്ലതും നമ്മൾ പ്രവേശിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ചെവി തുറക്കപ്പെട്ട ദ്വാരമാണ്, ചെവിയിലേക്ക് വല്ലതും പ്രവേശിപ്പിച്ചാൽ നോമ്പ് മുറിയാൻ അത് കാരണമാകും. അത് പ്രത്യേകം എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മളെ ഗുഹ്യ സ്ഥാനങ്ങൾ, അത് എന്താണ്? തുറക്കപ്പെട്ട ദ്വാരങ്ങൾ തന്നെയാണ്. അവിടെ നമ്മൾ നോമ്പുകാരനായിരിക്കുക, പകൽ സമയത്ത് ശുദ്ധീകരണം നടത്തുമ്പോൾ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അത് അവിടെയും നോമ്പ് മുറിയുന്ന ആ തുറക്കപ്പെട്ട ദ്വാരങ്ങൾ തന്നെയാണ് ഗുഹ്യാവയവങ്ങൾ. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് വല്ല സംശയമുണ്ടെങ്കിൽ, നോമ്പ് മുറിയുന്ന കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് വല്ല സംശയമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ തീർച്ചയായും നിങ്ങൾ ചോദിക്കണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നല്ല അറിവും ഓർമ്മശക്തിയും ബുദ്ധിയൊക്കെ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യണം. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അവന്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ച തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.